ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഒരു സൂപ്പർ മെലഡിയുമായിട്ട് നമ്മുടെ ജ്വൽ കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജ്വൽ മേരി റെജി ഓൺ സ്റ്റേജ്. ഹായ് ഹായ് ജ്വൽ ദ മേരി ദ റെജി. ഹായ് എംജി അങ്കിൾ. ഹായ് മധു അങ്കിൾ. ഹായ് ഉണ്ണി അങ്കിൾ. എവിടെയായിരുന്നു? ഞാൻ കുറെ ദൂരത്തായിരുന്നു. ഇന്നൊക്കെ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാ. ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരണം. ഇടയ്ക്കൊക്കെ ഒന്ന് വരാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ബ്രേക്കിന് ഞാൻ സ്കൂളിൽ പോയായിരുന്നു എക്സാം എഴുതാൻ. അപ്പൊ ഞാൻ പോയപ്പോ അവരെന്നോട് ചോദിക്കാ ഉണ്ണിയങ്കിൾ എന്താ ഇപ്പൊ വരാത്തേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്കൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് വന്നു. എന്തുകൊണ്ടാ അറിയോ, ഞാനും മീനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും. അതെ അതെ അതെ, ഇങ്ങനെ മിസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാര്. ഞങ്ങക്ക് സ്നേഹം ഉണ്ടോന്ന് അറിയാം. ഉണ്ണിച്ചേട്ടന് എക്സാം ഉണ്ടോ? ഞാനും MG യൂണിവേഴ്സിറ്റിയിലാ. MG യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്? രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതെ അതെ, ഒരു ബെഞ്ചിലിരുന്ന ഞങ്ങൾ ഒത്തൊരുമയാണ്. അല്ല, പിന്നെ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു MJ സാറാണോ ഇവിടുത്തെ ഏറ്റവും സ്വീറ്റസ്റ്റ് എന്ന്. അതാണെന്ന് പറഞ്ഞു. അതിനെന്തായിരുന്നു മറുപടി? അല്ല അതേന്ന് പറഞ്ഞു, എനിക്കറിയാം. പറഞ്ഞില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു മധു അങ്കിളും ആര്യ ചേച്ചിയുമാണ് നമ്മുടെ വൈബിനുള്ള കുഞ്ഞിക്കളിയൊക്കെ ഉള്ള. അതൊരു അഭിനന്ദനമായിരുന്ന ഒരു അപമാനമാണോ ഓർത്തു നോക്കത്. അയ്യോ, അങ്ങനല്ല ഞാൻ പറഞ്ഞേ. അവര് ഇത് സ്വീറ്റ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തന്ത വൈബ്. ഇതൊക്കെ കേൾക്കാൻ എന്റെ ജന്മം മാത്രം ബാക്കി. നമ്മള് സെയിം വൈബ്. എന്താ ആയിക്കോട്ടെ, സാരില്ല, വിഷമിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും സാറില്ല, കയ്യിന്ന് പോയി. അല്ലെങ്കിൽ ഓരോ കൂട്ടുകാരുടെയും കാര്യം ഇങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്ന, അല്ലാണ്ട് അപമാനിക്കാൻ പറഞ്ഞല്ല. അങ്ങനെ കരുതരുതേ. അപമാനിതനായി ഞാൻ വിളിപ്പിച്ചു. അപമാനിതനല്ല, ഇളിഭ്യനായി. അതെ, എന്നെ സങ്കടപ്പെടുത്തല്ലേ ജ്വൽ? ഇല്ല, ഒരിക്കലും ഇല്ല. പാട്ടിലേക്ക് പോ. അപ്പൊ എന്താണ് ഇന്നത്തെ ഭരതനാട്യം? നീലക്കുയിലെ ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു. നീ എന്റെ മാരനെ കണ്ടോ? യെസ്. സുജു ചേച്ചി, വൺ ആൻഡ് ഓൺലി സുജു ചേച്ചി. യെസ്. ആൻഡ് മ്യൂസിക് MG രാധാകൃഷ്ണൻ സർ. ലിറിക്സ് കൈതപ്രം സാർ. സിനിമ അദ്വൈതം. അയ്യോ അദ്വൈതം, അങ്ങനെ അദ്വൈതം. ഓക്കെ. ഈ അദ്വൈതം സിനിമയുടെ ഡയറക്ടർ പ്രിയദർശൻ ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ 100 ഫിലിം ഇപ്പോ ചെയ്യാൻ പോവാണ്. അതിലും ലാലേട്ടനാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിലും ലാലേട്ടനായിരുന്നു നായകൻ. ഇപ്പൊ 100th ഫിലിമിലും. അങ്ങനെ ഞാൻ വായിച്ചു. ഒരു നമ്മുടെ ഇന്ത്യയുടെ ഒരു ഗ്രേറ്റ് ഒരു ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അല്ലെ? MG അണ്ണനും പാടിയിട്ടുണ്ട്. അപ്പൊ ഡ്യുവറ്റ് ആണ്, സോളോ ആയിട്ട് പാടാൻ പോകുന്നത്. നടക്കട്ടെ. താങ്ക് യു. ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ? തങ്കത്തേരിൽ വന്നിൻ മാറിൽ പടരാനിന്നൻ പുല്ലാരത്തേൻ കുടം വരുമോ? മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ? മുത്തിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ? നീലക്കുയിലെ ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ?
ചൊല്ലു മാറിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ തങ്കത്തേരിൽ വന്നിൻ മാറിൽ പടരാൻ ഇന്നൻ പുന്നാരത്തേൻ കുടം വരുമോ കുയിലെ ചൊല്ലു മാറിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ തങ്കത്തേരിൽ വന്നിൻ മാറിൽ പടരാൻ ഇന്നൻ പുന്നാരത്തേൻ കുടം വരുമോ മുട്ടിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ മുട്ടിച്ചുവപ്പിക്കാൻ കോരിത്തരിപ്പിക്കാൻ എത്തുമെന്നോ കള്ളനെത്തുമെന്നോ നീലക്കുയിലെ ചൊല്ലു മാറിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ഏയ് ജുവൽ കുട്ടി, എന്തോ സർ? ഇന്ന് നല്ല വോയിസ് ഒക്കെ നല്ല കണ്ടീഷനിലാണല്ലോ. താങ്ക് യു സർ. ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ തോന്നുന്നില്ല പാട്ടില്. തോന്നില്ല? വോയിസ് ക്ലിയർ ആയിട്ടുണ്ട്. ആ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രേക്കിന് പോയപ്പോ ത്രോട്ട് ഇൻഫെക്ഷനും ഇതൊക്കെ ആയിട്ട് ഇപ്പൊ വീണ്ടും പ്രശ്നത്തിൽ വന്നിരിക്കുകയാണോ? എന്താണ് ഇങ്ങനെ? ഓരോ വായിച്ചുണ്ട്. ആ പക്ഷെ ഇപ്പൊ വോയിസ് പാട്ട് നല്ല ക്ലിയർ ആയിരുന്നല്ലോ. ആ അത് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നല്ല വോയിസ് അടപ്പായിരുന്നു. ആഹാ, എന്നിട്ട് അപ്പൊ ഞാൻ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അതങ്ങ് വീണ്ടും തുറപ്പിച്ചു. ഓ കറക്റ്റ് ആയി, തുറന്നു. ആ അപ്പൊ എന്തായാലും ഇപ്പൊ നന്നായിട്ട് തുറന്നാണ് പാടിയത്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. പല്ലവി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, നന്നായിരുന്നു. നീലക്കുയിലെ ചൊല്ലു മാറിക്കിളിയെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ തങ്കത്തേരിൽ വന്നിൻ മാറിൽ പടരാൻ ഇന്നൻ പുന്നാരത്തേൻ കുടം വരുമോ. പ്രശ്നം തുടങ്ങിയത് അനുപല്ലവിയിലെ ചില ലൈൻസിൽ നിന്നാണ്. എന്നുവെച്ചാ പൂമാല പെണ്ണിനെ ഒന്ന് പാടി. കതിവന്നൂർ പുഴയോരം കതിരാടും പാടത്ത് പൂമാല പാടത്ത് ആ നോട്ട് കേൾക്കണം. അതിനു മുമ്പേ ബ്രത്ത് എടുക്കണമായിരുന്നു. പാടത്ത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് സമയം ബ്രത്ത് എടുക്കാനുള്ളൂ. അപ്പൊ അവിടെ ഒന്നും ബ്രത്ത് എടുത്തില്ലെങ്കിൽ ഇതായി പോവും, പ്രശ്നമായി പോവും. അതാണ് പറ്റിപ്പോയതല്ലേ? അതൊന്ന് കേക്കട്ടെ, ഒന്നൊരു പാടി. കതിവന്നൂർ പുഴയോരം കതിരാടും പാടത്ത് പൂമാല പെണ്ണിനെ കണ്ടോ. പെർഫെക്റ്റ്. ഇപ്പൊ നന്നായിരുന്നു. ആ നേരത്തെ പൂമാല പെണ്ണിനെ അത് ശരിക്കും എത്തിയില്ല. പെണ്ണിനെ അത് കറക്റ്റ് എത്തിയില്ല നേരത്തെ കേട്ടോ. അതാണ് ഞാൻ വീണ്ടും പാടിപ്പിച്ചത്. പിന്നെ വാടാറുണ്ടോ, ആ പൂങ്കവിൾ വാടാറുണ്ടോ, അതെങ്ങനെ? വന്നല്ലോ വനമാല. ഇപ്പതേ കറക്റ്റ് എത്തി. ആ സമയത്ത് എത്തിയില്ല കറക്റ്റ് കേട്ടോ. ആ ഹൈ പിച്ച് പോർഷനിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അയലത്തെ തുടങ്ങിയത് അതിന് ബീജ് കഴിഞ്ഞിട്ട് തുടങ്ങിയില്ലേ, അത് ഒരു കറക്റ്റ് ആയിരുന്നില്ല. ശ്രുതി ആ അത് കറക്റ്റ് ബീജ് കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോ രണ്ടാമത് കറക്റ്റ് ആയിരുന്നു അയലത്തെ. അതുപോലെ തന്നെ ആ പൂമിഴി എന്നാ പറ്റി എന്റെ കുഞ്ഞേ? അങ്ങനെ അന്തം വിട്ടേ. അതൊക്കെയാണ്. പിന്നെ ആ പൂമിഴി നിറയാറുണ്ടോ ഹൈ പിച്ച് പോർഷൻ, ഇതൊക്കെയാണ് കുറച്ച് സ്ട്രെയിൻ തോന്നി, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അസലായിട്ട് പാടി. ശബ്ദം നല്ല തുറന്നാണ് വന്നതെന്ന്, ശബ്ദത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നന്നായിരുന്നു. ഓക്കെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ത്രൂ ഔട്ട് ദ സോങ് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ.
കുയിലേ ചൊല്ലു. സുജു പാടിയിട്ടുള്ള ആ ഒരു കുറച്ച് ഡൈനാമിക്സ് ഒക്കെ കൂടി അപ്ലൈ ആയിരുന്നു എന്ന് തോന്നി. മേമ്പൊടിക്ക് ചിലതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു, ചിലത് മിസ് ചെയ്തോ എന്നൊരു സംശയം. പക്ഷെ പാട്ട് സുഖമായിരുന്നു കേൾക്കാൻ, നല്ലൊരു എനർജി ഉണ്ടായിരുന്നു പാട്ടിൽ, കൺസിസ്റ്റന്റ് ആയിരുന്നു. താങ്ക് യു സർ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. എനിക്കിവിടെ ജുവൽ വരുമ്പോഴത്തേക്കും എനിക്ക് പറയാൻ ആഗ്രഹമുള്ള 2 വാക്യങ്ങൾ പറയട്ടെ. എന്തോ സർ? ഒന്ന്, യു ജുവൽഡ് ഇറ്റ്. നെയിൽഡ് ഇറ്റ് എന്ന് പറഞ്ഞ ജുവൽഡ് ഇറ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് പറ്റുമോ? സംശയമുണ്ടോ? അടുത്തതിന് പറ്റുമോ? അങ്ങനെയാണ് പറയാൻ ആഗ്രഹം എന്ന്. അതായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അത് ഇന്ന് നടക്കുന്നില്ല, അടുത്ത ദിവസം നടക്കും. ഓക്കെ. അല്ലെങ്കിൽ യു ടെക്ട് ഇറ്റ് ഔട്ട് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതും ഇന്നത്തെ ദിവസമല്ല, അടുത്ത ദിവസമാണ്. ഇന്ന് കുഞ്ഞിനെ കുറച്ച് വയ്യല്ലേ, ആ. നമ്മുടെ ശബ്ദം നമ്മൾ പറഞ്ഞാൽ കേൾക്കണ്ടേ? അതന്നെ. ഇവിടുന്ന് ഇൻഡ്യൂസ് ചെയ്ത് വരണ്ടേ? ഇവിടെ ബ്രെയിൻ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് പാടറേ എന്ന് പറയുന്നുണ്ട്, പക്ഷെ തൊണ്ട പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഒരു അനുസരണയില്ല. ബ്രെയിൻ കറക്റ്റ് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഈ വോക്കൽ കോഡാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ്. അപ്പൊ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ഇടിയൊക്കെ കൊടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ വിളിച്ച് ഇടി കൊടുക്കാം. അയ്യോ, പക്ഷെ അങ്ങനെ ഇടി കൊടുത്താൽ പ്രശ്നമല്ലോ, കൂടുതൽ പ്രശ്നമല്ലേ വോക്കൽ കോഡ്. അപ്പൊ നമുക്കൊന്നും ചെയ്യണം, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. എങ്ങനെ? ഹൈഡ്രേറ്റ് ചെയ്യാം, നന്നായിട്ട് വെള്ളം കുടിക്കാം, പിന്നെ അബ്സല്യൂട്ട് റെസ്റ്റ്, മൗനം, സൈലൻസ്. അത് നന്നായിരിക്കും. അപ്പൊ ഇടയ്ക്ക് ഒന്ന് സൈലൻസ് എടുക്കണം. ഒരു ദിവസം ഒക്കെ അധികം സംസാരിക്കാതിരുന്നാൽ പറ്റുമോ? അതൊക്കെ പറ്റുമോ? ടോപ്പ് സിംഗറിന് വേണ്ടി പറ്റും അല്ലേ? ഇങ്ങനൊന്നും പറയല്ലേ സർ. കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരും. അത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയല്ലേ സർ. ഒരു 8 മണിക്കൂർ ഒന്നും മിണ്ടാതെ കഴിക്കാൻ പറ്റുമോ? ഒരു അക്ഷരം പറയാൻ പാടില്ല. ഇങ്ങനെ പോലും കാണിക്കരുത്. പറ്റുമോ? ആക്ഷൻ കാണിച്ചോ? ആക്ഷൻ കാണിക്കുന്ന ഇടയിൽ അറിയാതെ ശബ്ദം ഉണ്ടായി പോകരുത്. അല്ല, വിസ്പർ ചെയ്യാനും പാടില്ല. വിസ്പറിങ് ഭയങ്കര മോശാ. ഇപ്പൊ തൊട്ടല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴാണോ ഇപ്പൊ തന്നെ തുടങ്ങിയോ? പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു 8 മണിക്കൂർ ഒരു ഗ്യാപ്പ് എടുക്കാം. സർ, ത്രോട്ട് അനുസരണ ഇല്ലാത്തതാണെങ്കിലും ഞാൻ അനുസരണയുള്ളതാണ്. അല്ല, ഇനി അവസാനം ഈ ആംഗ്യഭാഷ കാണിച്ചിട്ടേ അവസാനം അവർക്ക് മനസ്സിലായി എന്താ 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 ഒന്നും മിണ്ടാണ്ടിരുന്നു ഇവിടെ അങ്ങനെ ചോദിക്കാം. 8 മണിക്കൂർ തീരും. കുറച്ചുകൂടെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. കുറച്ചുകൂടെ കുറുമ്പ് വേണമായിരുന്നു. കറക്റ്റ്. അത് ജുവലിന് മനസ്സിലായില്ലേ? നോട്ടി അല്ലേ? ഞാൻ ട്രാൻസ്ലേറ്റർ ആയതുകൊണ്ട് ഒരു നോട്ടിനെസ് വേണം പാടുന്നതിൽ. ഇന്ന് ഈ പാട്ടില് അനുപേ, നീലക്കുയിലേ, അത് തന്നെ, നീലക്കുയിലേ വരം, നീ കു, ഈ 2 സ്ഥലങ്ങളിലും കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഇമ്പാക്ട്ഫുൾ ആക്കാൻ പറ്റും. നീലക്കുയിലേ പാടിയേ. നീലക്കുയിലേ. അത് ഇങ്ങനെ കാണിക്കണ്ട കേട്ടോ, കുയില് പേടിച്ചു പോവും. നീലക്കുയിലേ. ആ കൈയൊന്ന് മാറ്റി വെച്ചിട്ട് നീലക്കുയിലേ പാടൂ. നീലക്കുയിലേ ചൊല്ലു, മാറിക്കിളിയെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ? കുറച്ചുകൂടെ ഓപ്പൺ ആണ്. നീ എന്റെ മാരനെ കണ്ടോ. നീലക്കുയിലേ ചൊല്ലു. വൺ മോർ. നീലക്കുയിലേ ചൊല്ലു, മാറിക്കിളിയെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ. ഇപ്പൊ ഇത്രയും വോളിയം അല്ലേ കൊടുത്തത്? ഇനി മൊത്തം വോളിയമാണ് കുറച്ച് കുറയ്ക്കണം. മൊത്തം ഇപ്പൊ പാടിയ ഫ്രേസിന്റെ വോളിയം കുറയ്ക്കണം. അതിങ്ങനെ ചെയ്യും. നീലക്കുയിലേ. ഒരു ചിരിയും കൂടി ആവാം. ചിരി ഫിറ്റ് ചെയ്തോളൂ. നീലക്കുയിലേ ചൊല്ലു, മാറിക്കിളിയെ ചൊല്ലു, നീ എന്റെ മാരനെ കണ്ടോ. അക്ഷരങ്ങളൊന്നും മര്യാദയ്ക്ക് വരത്തില്ല സാർ. ചിരിച്ചു പാടിയപ്പോ നന്നായിരുന്നു. അപ്പൊ അതിന്റെ ഡൈനാമിക്സ്, അതാണ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ഡൈനാമിക്സ് എന്താണെന്ന് ഞാൻ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, റൈറ്റ്. പിന്നെ അരികെ വരുമോ നീല, ഇങ്ങനെ പാടിയ അരികെ വരുമോ, ഏതാണ്ട് ഒരു ഗമകമുള്ള പോലെ. അത്രയും വേണ്ട. അരികെ വരുമോ നീലക്കുയിലേ, അത്ര മതി. അരികെ വരുമോ ഗമപഗരിസ എന്ന് പാടാം. ഗമപഗരിസ നീലക്കുയിലേ ചൊല്ലു, അങ്ങനെ പാടാലോ. ഇതിൽ ഏത് പാടും? അപ്പൊ ഇതൊക്കെ ഒന്ന്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, യു ഷുഡ് മേക്ക് മീ സേ ദാറ്റ് യു ജുവൽഡ് ഇറ്റ്. യെസ്. ഓക്കെ, ജുവൽ കുട്ടിക്ക് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 ഔട്ട് ഓഫ് 100.
സീന ഹാഫ് മലയാളം ഹാഫ് ഇംഗ്ലീഷ് മംഗ്ലീഷ്. Thank you. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം ജുവലി ആണ്. ഓക്കെ ഓക്കെ ബൈ. ബൈ. ബൈ ബൈ. മിനുട്ടി എന്തോ കുറച്ച് സമയമല്ലോ. ആ. ഈ വഴി വരുവാൻ ആരുമില്ലേ? ഉണ്ട്, ഒരാളുണ്ട്. ഒരു ഭടൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഭടൻ? അതെ, ഭടനാണോ ഭടയാണോ? ഭടയാണ് കേട്ടോ. ഭട. ആ ഭടയുടെ പേരാണ് ആവണി പ്രശാന്ത് കുമാർ. യെസ്, വെൽക്കം ആവണിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. 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 അതെന്താ? അതാണ് ചിരിക്കുട്ടിയാണ്. ആണോ? ആഹാ, സൂപ്പർ ഉടുപ്പ്, കാലക്കി. താങ്ക് യു. നല്ല ഭംഗി കാണാനത്. താങ്ക് യു. ഉണ്ണി സാർ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം മോളെ. താങ്ക് യു. നിങ്ങളുടെയൊക്കെ പാട്ട് വീണ്ടും കേൾക്കാൻ വേണ്ടി എത്തിരിക്കുകയാണ്. കേട്ടിട്ട് മതിയായിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ ബ്രേക്കിന് പോയപ്പോ ആ. എന്റെ മാമന് കുട്ടി ഉണ്ടായിരുന്നു. അപ്പോ കുട്ടിയുടെ പേരിട്ട് ചടങ്ങിന് ആ, പോയിക്കുണ്ടായിരുന്നു. എന്താ പേരിട്ടെ? അഥർവ് ജെ നായർ. അഥർവ് ജെ നായർ. സൂപ്പർ പേരാണ്. താങ്ക് യു. എല്ലാത്തിനും ഒരു ചിരി ഒരു ഉണ്ടല്ലോ. ചിരിയുണ്ടായി അറ്റത്ത്. പേരിട്ടത് ആവണിക്കുട്ടിയാണോ? അല്ല. പിന്നെന്തിനാ താങ്ക് യു പറഞ്ഞു? അല്ല, അവർക്ക് ഞാൻ താങ്ക് യു. അതാ ഒരു എക്സൈറ്റ്മെന്റില്. ഓക്കെ. അപ്പൊ വീട്ടില് അഥർവെന്ന് തന്നെ വിളിക്കോ? ഇല്ല, ആ. ഞാൻ എന്താ വിളിക്കാന്ന് തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോ ആദൂട്ടൻ അങ്ങനെ എന്തെങ്കിലും വിളിക്കും. ആദൂട്ടൻ. ഞാൻ അതൂട്ടനെ വിളിക്കുക. ഏറ്റവും ചെറിയ ആള് ഞങ്ങളുടെ ആ, അതൂട്ടനാണ്. അപ്പൊ അങ്ങനെ വിളിക്കും. ഈ ഉടുപ്പ് എവിടെ ഇത് തൃപ്പൂണിത്തറ. നമ്മ ഊര്? ആ, മതങ്ങളുടെ ഏരിയ വെറുതെ അല്ല. ഇത്ര ഭംഗിയത്. എത്ര നല്ല കടയുണ്ടാവും. എന്തിനാ അവിടെ പോണേ? ഉണ്ണിച്ചേട്ടനെ ഇത്ര നാള് കഴിഞ്ഞിട്ടല്ലേ കണ്ടത്? ആ, ആ. എന്ത് തോന്നുന്നു? സന്തോഷം. പക്ഷെ ആര് ചേച്ചി ഇല്ലാത്തോണ്ട് ചെറിയ സങ്കടമുണ്ട്. ആണോ? ഹരി ചേച്ചി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സങ്കടമുണ്ട്. ഉണ്ണിയങ്ങൾ തിരിച്ചു വന്നതിൽ നല്ല സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. തെയ്യം ഉണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ പാട്ടിൽ? ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. അതാ. എനിക്ക് ശരിക്കും തെയ്യത്തിനെ പേടിയായിരുന്നു. ആഹാ. പക്ഷെ അന്ന് വന്നപ്പോ ആ ചേട്ടനോട് സംസാരിച്ച തെയ്യത്തിനോടുള്ള പേടി എനിക്ക് ആ മാറി. പേടി മാറി. ഇനിയിപ്പോ തെയ്യത്തിന് എപ്പോ വേണമെങ്കിലും നേരിടാൻ റെഡിയാണ്. 100 അടിച്ചില്ലേ? അതേതായിരുന്നു പാട്ട്? മൂന്നാം തൃക്കണ്ണിൽ. ഓക്കെ. മൂന്നാം തൃക്കണ്ണിൽ അങ്ങനെ ഒരു പാട്ട്. സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. താങ്ക് യു അതെ. സാർ. നല്ലൊരു വിഷ്വൽ ഫാന്റസി ആയിരുന്നു. അതെ, താങ്ക് യു. ആ വേഷം ഇട്ടിട്ടും നന്നായിരുന്നു. താങ്ക് യു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വരുവാൻ ഒരാള് ഇവിടെ വന്നു ഈ വഴിയിൽ. വന്നു. പ്രിയമുള്ള ഒരാൾ. ആരും ആരോ ആരോ വരുവാനുണ്ടെന്നു ഞാൻ ആ, വെറുതെ മോഹിക്കുമല്ലോ. വെറുതെ 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 ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആ. 1993 ഉണ്ടാക്കിയ ഒരു ഗംഭീര പാട്ടാണ് MG രാധാകൃഷ്ണൻ സാർ. മധു മുട്ടമാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ആൻഡ് മണിച്ചിത്രത്താഴ്. KS ചിത്ര പാടിയ ഈ പാട്ട് മണിച്ചിത്രത്താഴിലെയാണ്. ഈ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. എന്റെ ഫേവറേറ്റ് മൂവിയിലെ പാട്ടാ. എനിക്ക് മണിച്ചിത്രത്താഴ്. ഭയങ്കര ഇഷ്ടാ. ആവണിക്കുട്ടിയുടെ മാത്രമല്ല പല അതെ, അതെ, ജനറേഷൻ അതെ. ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അതെ. അതിപ്പോ അല്ലേ? 4K ആയിട്ട് വീണ്ടും ഇറക്കിയല്ലോ. അതെ. മാത്രമല്ല ഏതൊക്കെ ലാംഗ്വേജസിൽ ഇത് വന്നിട്ടുണ്ട്. അത് ഈ ഹിന്ദിയിൽ വന്നിട്ട് അതും ഹിറ്റാണ് അതെ. അല്ലെ? അതിന്റെ രാര എന്നുള്ള പാട്ടുള്ള നമ്മുടെ തമിഴ് സിനിമ അതും ഹിറ്റാണ്. ഇതിന്റെ തമിഴ് കന്നഡ തെലുങ്ക് ഇതിൽ 3 വെർഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഫാസിൽ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആണ്. അതെ. അദ്ദേഹം ഈ സിനിമ ഒരുക്കിയിരിക്കുന്ന പറഞ്ഞാൽ അത്ഭുതമാണ്. ആ രീതിയിൽ എപ്പോ കണ്ടാലും ഈ സിനിമ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. മിനുട്ടി പിന്നെ ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ അതെ. ഭയങ്കരമായിരുന്നു ഈ സിനിമയില്. പിന്നെ എൽ വൈദ്യനാഥൻ സാറ് ഓർക്കസ്ട്രയും ചെയ്തിട്ടുണ്ട് ഇതില് പാട്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് ജോൺ സെറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. യെസ്. അതെ. അതെ. ഒന്ന് വായിച്ചേ അനൂപേ. അത് കേൾക്കുമ്പോ തന്നെ ഓർമ്മ വരും. അല്ലേ? ഒന്നുകൂടി വായിക്കാൻ അനൂപേ. ചിലങ്ക ഞാൻ തുറക്കട്ടെ. എന്ന് പറഞ്ഞാൽ തബല തിരക്കാണ് കേട്ടോ. മറക്കാൻ പറ്റില്ല അല്ലേ? അല്ല, ഈ ഒരു മൂഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആവണി ഇനിയിപ്പോ പാട്ട് തകർക്കും. അതെ, അതെ, കലക്കൊന്ന് ഉറപ്പാണ്. ശരിക്കും ആ മൂഡ് ഉണ്ടാക്കിയില്ലേ? ഇവിടുത്തെ നാഗവല്ലി എന്ന് പറയുന്നത് മധുവാണ് കേട്ടോ. അത് ഉറപ്പാ. എല്ലാ 3 വർഷങ്ങളിൽ പറന്ന് പാടി. All the best. താങ്ക് യു ചേച്ചി. താങ്ക് യു സാർ.
മാസമണയാറുണ്ടല്ലോ. വരുവാനില്ലാരുമീ വിജനമാമിൻ വഴിക്കറിയാം അതെന്നാലുമെന്നും. പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപ്പാകി നിൽക്കാറുണ്ടല്ലോ. മിഴിപ്പാകി നിൽക്കാറുണ്ടല്ലോ. ചാരാറുള്ളല്ലോ. പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനിന്നു വെറുതെ മോഹിക്കുമല്ലോ. നേരത്തിൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാളും പിരിയാത്തിൻ മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നിന്നു. ഇന്നൊരു മാത്ര കൊണ്ടുവന്നിന്നു. വഴിതെറ്റി വന്നാരോ പകുതിക്കു വെച്ചെന്റെ വഴിയെ തിരിച്ചു പോകുന്നു. എന്റെ വഴിയെ തിരിച്ചു പോകുന്നു. എന്റെ വഴിയെ തിരിച്ചു പോകുന്നു. വെരി ഗുഡ്, വെരി ഗുഡ് മോളെ. താങ്ക് യു സർ. അമൃതക്കുട്ടി, എന്തോ സർ? നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. അതിങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന കേട്ടോ. താങ്ക് യു. ചില ഇടങ്ങളിലൊക്കെ ബ്രില്യൻസ് ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ ചരണം അല്ലേ മധു? അതെ, രണ്ടാമത്തെ ചരണത്തിലേക്ക് വന്നപ്പോഴാണ് ശരിക്ക് സീറ്റഡ് ആയത്. അതെ, ഒന്ന് സ്റ്റഡി ആയത്. സ്റ്റഡി ആയിട്ടോ. അത് അവിടെ ഇരുന്നു. പാട്ടും അവിടെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് പിന്നെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ കെട്ടിപ്പിടിച്ച്. അങ്ങനെയാണ് പാട്ട് അവിടെ നിന്ന് പാടുമ്പോൾ ആ പാട്ട് വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കണം. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് എന്താണ് പാട്ട് പാടിയതായിട്ട് തോന്നുന്നത്. ചരണത്തിൽ വന്നപ്പോഴാണ് അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തത് കേട്ടോ. അപ്പൊ മിടുക്കിയായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു പാട്ടുകാരിയായിട്ട് നമ്മുടെ കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം. പിന്നെ ഞാനിങ്ങനെ ഓർക്കായിരുന്നു വെറുതെ. അപ്പൊ വെറുതെ എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ വെറുതെ അല്ല, ദാ അല്ല, വെറുതെ. കൂടുതലും മോയിൻവി സാറാണ് ഈ വെറുതെ എന്നുള്ള വാക്ക് വെറുതെ അല്ലാതെ പാട്ടുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപക്ഷെ ഈ പാട്ടിന്റെ സിറ്റുവേഷന് പറ്റിയൊരു പാട്ട് ഒരുപക്ഷെ ഈ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ അതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട്. കാരണം അവസാനം വരുമ്പോഴും വന്ന് നിൽക്കുന്നത് അങ്ങനെയല്ലേ, ഒരു ആഡ്ലിബിലല്ലേ നിൽക്കുന്നത്. അതെങ്ങനെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എന്റെ വഴിയേ തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് പല്ലവിയില്ലല്ലോ. എന്തുകൊണ്ടാ? അതങ്ങനെ
അത് കഴിഞ്ഞു, അവിടെ ഒരു ഘട്ടം കഴിഞ്ഞു. തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പല്ലവി പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. അപ്പൊ വെറുതെ എങ്ങനെ വെറുതെ മോഹിക്കുമല്ലോ എന്ന് ഇല്ലേ, ആ ഭാഗം ഒന്ന് പാടും. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ 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 മോഹി അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് പാടാണ്. വെറുതെ മോഹിക്കുമല്ലോ ഇന്നും വെറുതെ 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 മോഹി. അപ്പൊ വെറുതെ എന്ന് തോന്നണം. ആ തോന്നൽ അവിടെ ഉണ്ടാക്കണമെങ്കിൽ ആ തേ എന്നുള്ളത് സോഫ്റ്റ് ആയിരിക്കണം. പറഞ്ഞു മനസ്സിലായി? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അറിയാം അതെന്നാലും ഇന്നും അതിലെന്താണ് ഒരു ചെറിയ വരുമെന്നു ചൊല്ലി പിരിഞ്ഞു പോയെല്ലാരും അറിയാമതെന്നാലുമെന്നും. അതാണ്. അപ്പൊ ഈ പാട്ടിന്റെ ഗതി ഉണ്ടല്ലോ, ഇതിന്റെ ടെമ്പോ ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് ചാടാൻ പാടില്ല നമ്മുടെ സംഗതികളുടെ സ്പീഡ്. അതങ്ങനെ ഇങ്ങനെ നനുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് അതിന്റെ വഴി. പിന്നെ എനിക്ക് സഭാഷായിട്ട് തോന്നിയത് നനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ടപ്പോൾ ബ്യൂട്ടിഫുൾ ആണ്. അത് വളരെ നന്നായിരുന്നു. അപ്പൊ എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വളരെ നന്നായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല ഭാഗത്തും നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഫീലോട് കൂടി പാടി കേട്ടോ. ഇപ്പൊ MJ പാടിപ്പിച്ച ആ ഭാഗം ഒക്കെയാണ്. പിന്നെ വരുവാനുണ്ടെന്ന് വരുമെന്ന് ചൊല്ലി പിരിഞ്ഞു പോയില്ലാരും, അവിടെ അതിപ്പോ പാടിപ്പിച്ചില്ലേ, അതൊക്കെ തന്നെ. അതാണ് എനിക്ക് തോന്നിയത്. ചരണമാണ് എനിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് നല്ല ഫോമിലായിരുന്നു ചരണം കേട്ടോ. അപ്പോ എഞ്ചിനൊന്ന് ചൂടായി വന്നതേ ഉള്ളൂ. ഇനി വീണ്ടും തുടങ്ങാൻ പറ്റില്ലല്ലോ, പക്ഷെ അത് കഴിഞ്ഞു പോയില്ലേ സമയം. സൂപ്പർ, വെരി നൈസ്. ആവണിക്കുട്ടി, എന്താ സാർ? ഈ ടോപ്പ് സിംഗറിന്റെ ഈ ഒരു വേദി ഒരു വല്ലാത്തൊരു വേദിയാണ് അല്ലേ? ഈ ഒരു പാട്ടൊക്കെ ഇങ്ങനത്തെ ഒരു വേദിയിൽ, ഇത്രയും വലിയൊരു വേദിയിൽ പാടാനുള്ള ഒരു ഭാഗ്യം മോളൊക്കെ ഉണ്ടായില്ലേ? അതിന് ആരോടാ നന്ദി പറയാ? അത്രയും വലിയൊരു മാഗ്നിറ്റ്യൂഡിലല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇത് എത്തിച്ചേരുന്നത് ആർക്കാ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക്. അപ്പൊ ഇത്രയും നല്ലൊരു പാട്ട് ഈ വേദിയിൽ പാടാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് മോളെ. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഈ പാട്ട് എന്ന് പറയുന്ന ഒരു തൂവൽ സ്പർശം മാതിരിയാണ്. വളരെ ഒരു കേട്ടുകൊണ്ടിരിക്കാനും പാടാനും ഒക്കെ സുഖമുള്ള ഒരു പാട്ട്, നല്ല വരികൾ. എനിക്കും പല സ്ഥലത്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് തോന്നി. ആ പാട്ട് ശരിക്കും ആദ്യം മുതൽ അത്ര കൺസിസ്റ്റന്റ് ആയിരുന്നില്ല, പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര കൺസിസ്റ്റന്റ് ആയി. ഇതിന്റെ തന്നെ ഒരു ദാസേട്ടന്റെ വെർഷൻ ഉണ്ട്, പലവട്ടം പൂക്കാലം. അതെ അല്ലേ? അതെ. പക്ഷെ വളരെ ഭംഗിയായിട്ട് പാടി മോളെ. ആവണിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇനിയും കൂടുതൽ ഭംഗിയുള്ള പാട്ടുകൾ കയ്യിൽ കിട്ടട്ടെ, അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റട്ടെ, ടോപ്പ് സിംഗറിൽ ടോപ്പ് സിംഗർ ആവട്ടെ എന്നൊക്കെ ആശംസിച്ചു. ഓക്കെ. ആവണി പ്രശാന്ത് കുമാറിന് ഇന്ന് 98 മലയാളത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആവണിക്കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. പുതിയ മാർക്കൊക്കെ വാങ്ങണം. ബൈ. മധുവങ്കളിന് കുറച്ച് കെയർ വേണ്ടതായി തോന്നുന്നുണ്ടോ? അതെ, കുറച്ച് കെയർ കിട്ടാൻ തോന്നുന്നു. ഇവിടെ കെയർ തന്നിരുന്ന ഒരേ ഒരാളായിരുന്നല്ലോ. പക്ഷെ നമുക്ക് തരാറില്ലായിരുന്നല്ലോ. നമുക്ക് തരാറില്ല. ഇവിടുത്തെ പാടുന്ന പെൺകുട്ടികൾക്കൊക്കെ നല്ല കെയർ കൊടുത്തോണ്ടിരുന്ന. അത് ഉണ്ണിയങ്കിളിനും MJ അങ്കിളിനും അറിഞ്ഞൂടല്ലോ ആരാണ് നമ്മുടെ ടോപ്പ് സിംഗറിലെ കെയർ ഏട്ടൻ എന്നുള്ളത്. പല സീസണുകൾ വന്നുപോയി. ഇപ്പൊ 6ാമത്തെ സീസണാണ്. പക്ഷേ എല്ലാ സീസണിലും കൂടെ നമുക്ക് ഒരൊറ്റ കെയറേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. സംരക്ഷണം. അത് ഓൺലി ഗേൾസിനാണ് കെയറേട്ടൻ കെയർ കൊടുത്തോണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. അതൊന്നും അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കോ? പെൺകുട്ടികൾക്ക് പ്രത്യേക കെയർ ആയിരിക്കും. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ പെൺകുട്ടികളോട് വഴക്കുണ്ടാക്കില്ല. പിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ ലൗലി എന്നേ വിളിക്കൂ. അങ്ങനെയുള്ള കെയറേട്ടൻ ഇപ്പോൾ എത്തുന്നതാണ്. അതെ. അപ്പൊ MJ അങ്കിളിനും ഉണ്ണിയങ്കിളിനും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ അവൻ ഇച്ചിരി വലുതായിട്ടുണ്ട്, അതുകൊണ്ട് കെയർ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പഴയ കെയർ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം.
കേരേട്ടനും നമ്മുടെ അമൃതക്കുട്ടിയാണ് എത്തുന്നത്. അമൃതക്കുട്ടീനെ എത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ, Yes. ലെറ്റ്സ് വെൽക്കം അമൃതക്കുട്ടി ആൻഡ് കേരേട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് കേരേട്ടാ. ഹായ് ഹായ് ഹായ്. ഹായ് അമൃതക്കുട്ടി. ഹായ് അമൃതക്കുട്ടി. കേരേട്ടാ, ഓ വിശേഷമൊക്കെ പറയടാ. അടിപൊളി, സുഖമായിട്ട് വന്നു. ആണോ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നല്ല ഇപ്പൊ വന്ന് പ്രോഗ്രാം ഒക്കെ കുറെ ഉണ്ട്. പ്രോഗ്രാംസ് ഉണ്ടല്ലേ? ആഹാ, ഉദ്ഘാടനങ്ങൾ അതിൽ കുറെ ഉണ്ട്. ആണോ? ഓ അത് ശരി. ആർജിതയൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ട് പോയി. ഇന്നലെ കൗശിക് കോണ്ടാക്ട് ഉണ്ടോ? കോണ്ടാക്ട് ഉണ്ടോ നിങ്ങൾ തമ്മില്? ഇപ്പോഴും ഉണ്ട്. ആണല്ലേ? എനിക്കത് കേൾക്കുമ്പോഴേ ചിരിയായിരുന്നു. കെയർ എങ്ങനെ പോകുന്നുണ്ട്? കേറ് നല്ല കേറായിട്ട് പോകുന്നു. ഞാൻ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. പ്രസന്റ്ലി ആർക്കാണ് കെയർ കൊടുത്തോണ്ടിരിക്കുന്നത്? അത് ആർജിത തന്നെയാണ്. അത് മാറ്റം ഉണ്ടായിട്ടില്ല അതുവരെ. ഇല്ല ഇല്ല അപ്പൊ ഇല്ല, ഇതങ്ങട് ഉറപ്പാക്കി, ഇത് ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ആ. ഓക്കെ. സുപ്രഭാതം. കേരേട്ടനെ പറ്റി എന്ത് പറയുന്നത്? കുഴപ്പമില്ല, നല്ലതാ. നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഓ, അതിനിടയ്ക്ക് വേറെ ആൾക്ക് കെയർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഏത് പാട്ടാ? കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം. ആ, ശങ്കർജി പാടിയ പാട്ട്. കെയർ ചെയ്യാൻ റിമി ചേച്ചിയും അല്ലേ? ദീപുവിന്റെ മ്യൂസിക്. ദീപുവിന്റെ മ്യൂസിക്. ദീപക് ദേവ്, കൈതപ്പുറം സാർ എഴുതിയത്. അതെ. ഡാൻസ് ഉണ്ട് ഈ പാട്ടിന്. ആ ഉണ്ട് ഉണ്ടോ? ഉണ്ട് നിങ്ങൾ രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. തകർക്കും തകർക്കും. പകർക്കുമല്ലോ. വെയിറ്റിംഗ് ആണ് നമ്മളല്ലേ. അതിലൊരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ട്, നോക്കട്ടെ നിങ്ങൾ. അതെ അതെ അതെ. ചെയ്യുവാണ്. സിഗ്നേച്ചർ. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് നന്നായിട്ട് അതെ. സൂപ്പർ ആയിട്ട് പാടട്ടെ. ഓക്കെ. യെസ്. ഓൾ ദി ബെസ്റ്റ്. All the best. താങ്ക് യു. കുഞ്ചി കുഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലത്തിന്നൽ, കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ, ഇൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ, രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ, പറയാത്ത നിലവുകൾ നെഞ്ചലൊതുക്കി ഞാൻ, ഒന്ന് തമ്മിൽ തമ്മിൽ അറിയാതെ മിഴിയിടഞ്ഞു പോയി, പിന്നെ കാണാതെ ഒരു നാളും മതി വരാതെയായി. ഹോ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലത്തിന്നൽ. ഇലകളറിയുമോ, ഇളം പൂക്കൾ കാണുമോ, തിന്നലിനുള്ളിലെഴും തീരാമോഹം, നുരകളറിയുമോ, കുളിരലകൾ കാണുമോ, കരളിനുള്ളിലെഴും തീരാദാഹം, പൂക്കളും തുഴകളും അറിയില്ലല്ലോ, ഈ മിഴിയിലലിയും അനുരാഗ മധുരാലസ്യം, നമ്മൾ താനേ താനേ ഒന്നാകും കളിനിലാവിലോ, ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ, കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലൽ തിന്നൽ. യവന കഥയിലെ ഒരു സ്നേഹ കവിതയോ, മദന കാവ്യമോ, നീ ആരാണോ, ഹരിതവനികയോ, ഘനശ്യാമ സന്ധ്യയോ, നവമേഘരാഗമോ, നീ ആരാണോ, മണ്ണിലും വിണ്ണിലും താരോത്സവം, ഇനി ഇരവിലും പകലിലും രാഗോത്സവം, നമ്മൾ കാണേ കാണേ
കുടിയിരുന്നില്ലേ ഇൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂതിയില്ലേ രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ പറയാതെ നിലവുകൾ നെഞ്ചിലൊതുക്കെ ഞാനൊന്ന് തമ്മിൽ അറിയാതെ മിഴിയിടഞ്ഞു പോയി പിന്നെ കാണാതെ ഒരു നാളും മതി വരാതെയായോ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലർ തിന്നൽ തന്താനന്ദാ ദിനന്ദാ ദിനന്ദാരി തക തക തന്താനന്ദാ ദിനന്ദാ ദിനന്ദാരി തന്താനന്ദാ ദിനന്ദാ ദിനന്ദാരി തക തക തന്താനന്ദാ ദിനന്ദാ ദിനന്ദാരി. ആഹാ, വെരി നൈസ്, വെരി നൈസ്. കേരട്ടാ നന്നായിട്ട് കെയർ ചെയ്ത് കേട്ടോ. താങ്ക് യു പാട്ടിനായിട്ട് കെയർ ചെയ്ത കാര്യമാണ് പറയണേ. താങ്ക് യു. അതിനെപ്പറ്റി തന്നെയാണോ വിചാരിച്ചത്? ആണ്. ആണോ? ആണ്. അല്ല ഭയങ്കര ചിരിയായിരുന്നു അതുകൊണ്ട് ചോദിച്ചത്. ഇല്ല അങ്ങനൊന്നും എന്തിനാ ഇങ്ങനെ കുഴയണേ? അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പാട്ടിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു അങ്കിൾ ആദ്യമായിട്ടാണ് കേൾക്കണേ കേട്ടോ. താങ്ക് യു അപ്പൊ അതിന്റെ സ്നേഹമുണ്ട് കേട്ടോ. വെരി നൈസ്. താങ്ക് യു. നമ്മുടെ അമൃതകുട്ടിയോ എങ്ങനെയുണ്ടായിരുന്നു? കേരേട്ടനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല, പക്ഷെ പാട്ടിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. കേരളത്തിന് എന്താ ടേക്ക് കെയർ ചെയ്യാത്ത? ഞാൻ ചെയ്തു. ആണോ? എന്ത് ചെയ്തു? സ്റ്റെപ്പ് ഇട്ടില്ലേ? സ്റ്റെപ്പ് ഇട്ടാ പോരല്ലോ, നോക്കണ്ടേ, ഞാൻ നോക്കി ചിരിക്കണ്ടേ? ചിരിച്ചു. ആ, അങ്ങനെയല്ല. സുപ്രഭാതം എന്താ വെച്ചാ സുപ്രഭാതത്തിന് പാട്ടിലാണ് ഫോക്കസ്. ആ, കേരേട്ടനിലല്ല ഫോക്കസ്. കേരേട്ടൻ കെയർ ചെയ്തോട്ടെ. കേരളത്തിൽ രണ്ടിലും ശ്രദ്ധയാ. കേരേട്ടന് ഇടയ്ക്ക് ഭയങ്കര ടേക്കിംഗ് കെയർ ഉണ്ട് കേട്ടോ. താങ്ക് യു. അതാണ് പാട്ട് മാത്രമല്ല, അമൃതകുട്ടി നന്നായിട്ട് പാടണം എന്നുള്ള രീതിയിൽ അതെ. ടേക്കിംഗ് കെയർ ഉണ്ട്. അതെ, അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേരേട്ടന് ഒരു കൈഡിയുണ്ട്. താങ്ക് യു. അമൃതകുട്ടിക്ക് പാട്ടിൽ ഫോക്കസ് ചെയ്തതിന് ഒരു കൈഡിയുണ്ട്. താങ്ക് യു. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പാട്ടാണല്ലോ ഇത്. ഞാൻ അധികം തവണ ഞാൻ കേട്ടിട്ടില്ല. ദീപുവിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആണ്. മൈറ്റ് ബി വൺ ഓഫ് ഹിസ് ബെസ്റ്റ് മെലഡീസ് ആയിരിക്കും ഈ പാട്ടെന്നാണ്. ഈ ഖതി തീരുമോ, അതുപോലെ ഖുറുമ്പി ആ ചിരി അല്ലേ? അതാണ് കൊതി തീരും. അതെങ്ങനെ പാടിയേ? ഈ പ്രണയത്തിൻ മധു തേടി കൊതി റിമിയാണ് പാടിക്കുന്നല്ലേ. എനിക്ക് റിമിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ റിമി സത്യത്തിൽ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. അതെ അതെ. കാരണം റിമി പാട്ട് പാടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ റിമി എന്ത് ചെയ്താലും അതിലൊരു സ്റ്റാമ്പ് ഉണ്ട്. യെസ് യെസ്. അത് റിമിയിൽ മാത്രം കാണുന്നതാണ്, റിമിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് വേദികളിൽ എത്രയോ വർഷങ്ങളിലൂടെ റിമിയുടെ കൂടെ പാടിയിട്ടുണ്ട്. അല്ലെ റിമി വേദിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ബീങ് എമംഗ് ദ ഓഡിയൻസ്. അപ്പോഴൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള മൊമെന്റ്സ് റിമി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതൊരു ഗംഭീരാണ്. റിമി ഒരു ഹായ് റിമി. റിമു അതെ, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു ആർട്ടിസ്റ്റ് ആണ് റിമി. അപ്പൊ റിമി അതിനകത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ. അതുപോലെ കുറുമ്പ്, റിമിക്ക് കുറുമ്പുണ്ടല്ലോ. ആ കുറുമ്പ് അത്ര അതിൽ വന്നിട്ടുണ്ട്. ആ കുറുമ്പ് എങ്ങനെയായിരുന്നു? സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇത് രണ്ടും നമ്മുടെ കൊതിയും കുറുമ്പും. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. ഇലകൾ അറിയുമോ ഇളം പൂക്കൾ കാണുമോ കഴിഞ്ഞിട്ട് തെന്നലിനുള്ളിൽ എഴും തീരാമോഹം. അത് ആ സംഗതി എന്താണ്? പൂക്കൾ അത് കൃത്യമല്ല, അത് ഒന്ന് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ടേക്കിൽ കുറച്ച് സ്ലിപ്പായിരുന്നു. അത് കറക്റ്റായിട്ട് വരണം കേട്ടോ. അതുപോലെ യവന കഥയിലെ ഒരു സ്നേഹ കവിതയോ സൂപ്പറായിട്ട് പാടിയേ. ഉഗ്രനായിരുന്നു. അടുത്ത ലൈൻ മദന കാവ്യമോ നീ ആരാണോ, ഇതുപോലെയല്ലേ? ഒന്ന് പഠിക്കേ. അത് സംഗതി പിന്നെ അപ്പുറത്താ പറഞ്ഞേ. ഈ നീയാ അത് സായിൽ കറക്റ്റായിട്ട് ചേർന്നില്ല നേരത്തെ പാടിയപ്പോ. പിന്നെ നിറങ്ങളാകവേ, നിറങ്ങളാകവേ അതിങ്ങനെ ഓടിപ്പോയ പോലെ തോന്നി. അവിടെ ഒന്ന് സ്റ്റേ ചെയ്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ലിപ്പുകൾ ഉണ്ടായിരുന്നു.
പക്ഷെ എന്നാലും എല്ലാം കൂടെ എടുത്തു നോക്കുമ്പോഴത്തേക്കും ഗംഭീരം തന്നെ. താങ്ക് യു. അതിനെപ്പറ്റി സംശയമുണ്ടോ സുപ്രഭാതം? ഇല്ല. അവിടെ കേരട്ടിന് സംശയം? ഒരു സംശയം ഒരു സംശയമില്ല. ആ കേരട്ടാ, നമ്മുടെ സുപ്രഭാതം എങ്ങനെയുണ്ട്? സുപ്രഭാതം അടിപൊളിയാണ്, ആ. കിടുക്കാച്ചിയാണ്, അടിപൊളിയാണ്. പാട്ടിന്റെ കാര്യമാണ് ചോദിച്ചത്. പാട്ടിൽ ബെസ്റ്റ് ആണ്. പിന്നെ നേരത്തെ കിടക്കാച്ചി എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വഭാവം അവൻ ഉദ്ദേശിച്ചത്. ഇത് ഏത്? സ്വഭാവം. ആ ഓക്കെ. സുപ്രഭാതം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ കേരട്ടിനെന്ന്? ആ. ആ അത് സാധാരണയാണോ? അല്ലാന്ന് തോന്നുന്നു. അവര് നമസ്കാരം കൊടുത്തോളൂ. ആ ഏകദേശം അടുത്തടുത്താണ് നാട് അല്ലേ? കേരട്ടൻ തിരുവനന്തപുരാണോ? അല്ല, കൊല്ലം. കൊല്ലത്ത് എവിടെ? കൊല്ലത്ത് എന്താ വർക്കല. അല്ല, കൊല്ലത്ത് എവിടെയാണ് താമസിക്കുന്നത് അറിഞ്ഞൂടെ? അതോ മറന്നുപോയി. തുരുത്തിക്കര പറയും. തുരുത്തിക്കര. അതെവിടെയായിട്ട് വരും? കൊട്ടാരക്കരയുടെ അടുത്ത്. ആ കൊല്ലം കൊട്ടാരക്കര വഴി തുരുത്തിക്കര. ആ വലിയ ദൂരം ഇല്ലല്ലോ തിരുവനന്തപുരത്തേക്ക്. ഏകദേശം അടുത്തടുത്താണല്ലോ ആണ്. അല്ലേ? ആ കാസർഗോഡ് തിരുവനന്തപുരത്തിന് അടുത്താണല്ലോ. അങ്ങനെ നോക്കുമ്പോ എല്ലാരും അടുത്താണല്ലോ. അപ്പൊ ഇന്ന് രണ്ടുപേരും കലക്കി. താങ്ക് യു. ശങ്കർജി റിമീൻ പാടുന്ന പോലെ ഉണ്ടായിരുന്നു. ശങ്കർജി പാടുന്ന ചില സ്റ്റൈലൊക്കെ അതുപോലെയൊക്കെ തന്നെ കൊണ്ടുവരാൻ നമ്മുടെ കേരട്ടൻ അല്ലേ അതുപോലെ തന്നെ പാടി. പിന്നെ അമൃതമാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. ആ എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് രസമായിരുന്നു ആ വോയിസ് ഇത് ഈ പാട്ട് കേൾക്കാനായിട്ട്. താങ്ക് യു. ആ അനുപല്ലവിയും ചരണമൊക്കെ തുടങ്ങുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ആഹാ എന്നിട്ട് കുടഞ്ഞേട്ടം നോക്കുമായിരുന്നു. എന്ത് ഞാൻ പറയുകയും ചെയ്തു ഇടയിലല്ലേ. ഞാൻ എന്ത് രസാ വോയിസ് ആ സമയത്ത്. ആ പാട്ട് ആ യവന കഥയിലെയും ഒക്കെ ഇപ്പൊ തുടങ്ങിയപ്പോ എന്ത് നല്ല വോയിസാ ദൈവം തന്നിരിക്കണേ. താങ്ക് യു. ആ ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പാട്ടിലും, അതുപോലെ തന്നെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇന്ന് പാടിയത് ഭൂരിഭാഗവും ഞാനും ആ തീരാമോഹവും നിറങ്ങളാകവെയാണ് ഞാനും മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. താങ്ക് യു. അടിപൊളിയായിരുന്നു രണ്ടുപേരും. താങ്ക് യു. ഓക്കെ. ഓക്കെ. എനിക്കിനി ഒന്നും പറയാനില്ല, അത്രയും പറഞ്ഞു കഴിഞ്ഞു കുട്ടനും മധുവും. പക്ഷേ പറഞ്ഞേ പറ്റുമോ? കാരണം ദേവതീർത്ത് അല്ലേ, സൂപ്പർ ആർട്ടിസ്റ്റ് ആണല്ലോ ദേവതീർത്ത്. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ഞാൻ നേരിട്ട് കാണുന്നതാണ്, പക്ഷേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. 5-ലായിരുന്നില്ലേ ടോപ്പ് ടോപ്പ് സിംഗർ സീസൺ. അതിലത്തെ ആ ഒരു ഇമോഷണൽ സീനൊക്കെ ഞാൻ രാമകഥാ ഗാനലയം രാമ പാടിയതും ഭയങ്കര വൈറലല്ലേ. ആർജിത ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞത് അല്ലേ. പക്ഷെ എന്താ ബ്രെത്ത് കപ്പാസിറ്റി. അതെ ഇന്ന് പാടിയപ്പോഴും നല്ല. അതെ എക്സലന്റ്. ചില നോട്ട്സ് ഒക്കെ പാടുന്നത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. അത് ശങ്കർ മഹാദേവന്റെ പാട്ട് ഇതുമാതിരി പാടുക പറഞ്ഞാൽ അത് അയാൾക്ക് ഭയങ്കര റേഞ്ചും ഒക്കെ ഉള്ളതാണ്. ആ റേഞ്ചും കറക്റ്റ് ആയിട്ട് പാടി. ആ ചില സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ട് പാടി. കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് മോളെ ആ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം ഒക്കെ നടത്തുന്നുണ്ട്. കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കാണാൻ. മോള് പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല ശരിക്ക് കറക്റ്റ് ആയിട്ട്. ഒരു മടി അങ്ങോട്ട് നോക്കാൻ, ഒരു ചെറിയൊരു ചമ്മലോ എന്തോന്നുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ ഇവൻ ഇങ്ങനെ നോക്കി നിൽക്കും. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ക്യാരറ്റ് ഇങ്ങോട്ട് നോക്കുമ്പോ അമൃതക്കുട്ടി അങ്ങനെ നിക്ക. അത് പാടില്ല. രണ്ട് ഡുവറ്റ് പാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. അത് അവൻ മാക്സിമം ശ്രമിച്ചു. പക്ഷെ മോൾ എനിക്ക് തോന്നുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിയില്ല, കുറച്ചൊന്ന് ലോ പ്രൊഫൈൽ ആയിരുന്നു. പക്ഷെ പാട്ട് സൂപ്പർ ആയിരുന്നു. പാട്ട് അസലായി പാടി. ഈ കെയർ മുഴുവൻ പാട്ടിലായിരുന്നു. പാട്ടൊരു ഭയങ്കര കേരട്ടിനെ കെയർ ചെയ്തില്ല. നല്ലൊരു ക്യൂട്ട് പാട്ടാണ്. നമുക്ക് ആ വിഷ്വലി കാണുമ്പോഴും നല്ലൊരു രസമുള്ള ഒരു പാട്ടായിരുന്നു. ഞാൻ പക്ഷെ ആ സിഗ്നേച്ചർ സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞു ചെയ്തില്ലല്ലോ. സിഗ്നേച്ചർ സ്റ്റെപ്പ് അതേതാന്ന് അവൻ അറിയത്തില്ല. അതൊക്കെ എക്സ്പെക്ട് ചെയ്തു ഞാൻ. എന്തായാലും ഭയങ്കര രസമായിരുന്നു. വിഷ്വലി നല്ല കാണാനും കേൾക്കാനും എല്ലാം വളരെ നന്നായിരുന്നു. നല്ല കോമ്പിറ്റന്റ് സിംഗിങ് മോനെ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അമൃത ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായി പാടി മോളെ. താങ്ക് യു. സുപ്രഭാതം going to be awarded 98.75 100. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. സുപ്രഭാതം. ബൈ ബൈ. കേരട്ട ബൈ. കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലും. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേട്ടു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ തന്നെ അതിമനോഹരമായ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.